സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഉപാധികളില്ലാതെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നതെന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല താൻ നിൽക്കുന്നതെന്നുമാണ് സന്ദീപ് വാര്യർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രതികരണത്തിൽ നോക്കൂ, കൊടകര കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കർണാടകയിലെ അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ റിപ്പോർട്ട് എന്റെ കൈവശമൊന്നുമില്ല. ആ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര ബി.ജെ.പി. നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ അടിച്ചു മാറ്റി. അതൊന്നും എനിക്കറിയില്ല. അല്ല, ഇനി അവരും പറയട്ടെ ബാക്കി. കെ സുരേന്ദ്രന്റെ ഒരു അപ്രമാദത്താണ് നടക്കുന്നത്. മറ്റ് ശബ്ദങ്ങൾക്കൊന്നും സ്പേസ് ഇല്ലാത്ത തരത്തിലേക്ക് ബി.ജെ.പി. മാറുന്നു. അത് എന്റെ തല, എന്റെ ഫുൾ ഫിഗർ എന്നുള്ളതാണ് കഴിഞ്ഞ 3.5 വർഷമായിട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധമുള്ള ഒരുപാട് മനുഷ്യർ അതിനകത്തുണ്ട്. സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്, പാവങ്ങളുണ്ട്. ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്, നിരാശയുണ്ട്. ഇന്ന് ഈ കാണുന്ന ആളുകൾക്ക് പലർക്കും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന ബോധ്യം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് 100%. എന്താ സംശയം? ഇവിടെ പ്രിയ അജയനെ ഇവിടുത്തെ ചെയർപേഴ്സൺ സ്ഥാനത്ത് എങ്ങനെയാ മാറ്റിയത്? മൂത്താൻ സമുദായം എന്ന് പറയുന്ന സമുദായം കേരളത്തിലെ ബി.ജെ.പിയുടെ നട്ടെല്ലാണ്. എല്ലാ കാലത്തും സംഘപരിവാറിന്റെ നട്ടെല്ലാണ്. ആ സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി, MBA ബിരുദധാരിയായ ഒരു പെൺകുട്ടി, ഉന്നതമായ വിദ്യാഭ്യാസം നേടി, നല്ല രാഷ്ട്രീയ അറിവ് നേടി മുന്നോട്ട് വന്ന് അവരെ ഇവിടെ ചെയർപേഴ്സണായിട്ട് കൊണ്ടുവരുന്നു. ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടതല്ലേ? അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് നടപടി എടുക്കേണ്ടതാണ്. ഇത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി. ഒരു സമുദായത്തിനെതിരായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? എങ്ങനെയാണ് സമുദായം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അവസാനം ഡിലീറ്റ് ചെയ്തു? നിങ്ങൾക്കറിയാം, ആ സാഹചര്യങ്ങൾ അറിയാം. അപ്പൊ പ്രിയ അജയനെ മാറ്റേണ്ട സാഹചര്യം എന്താ? സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്ക് ചെയർപേഴ്സൺ ആകണം. അതിനുവേണ്ടി പ്രിയ അജയനെ മാറ്റാൻ വേണ്ടി അവരെ സമ്മർദ്ദം ചെലുത്തി ആ കുട്ടിയെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് അവരെ രാജി എഴുതി വാങ്ങി. അതിനുശേഷം ആ സമയത്ത് പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം ഭാര്യയെ ചെയർപേഴ്സണാക്കി മാറ്റാൻ സാധിച്ചില്ല. പകരം മുൻ ചെയർപേഴ്സണെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് ചെയർപേഴ്സൺ ആക്കേണ്ടി വന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ കാലങ്ങളായി ബി.ജെ.പിയോടൊപ്പം നിന്ന മൂത്താൻ സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ നേതൃത്വം ചെയ്തത്. സമുദായത്തിന്റെ അഭിപ്രായം ജനൻ ടിവിയും അരുണും അല്ലല്ലോ പറയുന്നത്. സമുദായത്തിന്റെ അഭിപ്രായം, അരുണിന്റെ കല്യാണത്തിന് മൂത്താന്തറ ക്ഷേത്രത്തിൽ ഞാനും ഉണ്ടല്ലോ. അപ്പോൾ സമുദായത്തിൽ അരുണിനേക്കാൾ കൂടുതൽ എനിക്കറിയുന്നവരുണ്ട് അല്ലെ? അരുണിന്റെ കല്യാണം മൂത്താന്തറ കർണകമ ക്ഷേത്രത്തിലായിരുന്നു. ഒരു 2 മാസം ഉണ്ടായിരുന്നു. ഞാനും ആ കല്യാണത്തിനുണ്ടായിരുന്നു. അന്ന് അവിടെ ആരൊക്കെ എന്നെ സ്വീകരിച്ചു എന്നൊക്കെ ജനൻ ടിവിയുടെ അരുണിനറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമുദായത്തിന്റെ, ഞാൻ പറയുന്നത് ഏതെങ്കിലും സാമുദായിക സംഘടനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, സമുദായത്തിനുള്ളിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സംഘപ്രസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ ബന്ധം ഒരുപാട് തവണ അങ്ങ് വിശദീകരിച്ചതാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങയുടെ ജീവിതത്തിൽ പാടെ മാറ്റുന്ന ഒരു തീരുമാനമാണിത്. ഒരുപാട് ആലോചിച്ചിട്ടുള്ള തീരുമാനമാണ്. സ്വാഭാവികമായിരിക്കുമല്ലോ, ആലോചിക്കാതൊരു തീരുമാനം എടുക്കില്ല. ഈ RSS ബന്ധം അത്ര പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റുമോ? എന്തുകൊണ്ട് മുറിച്ചു കളഞ്ഞുകൂടാ? ശങ്കർ സിംഗ് വഗേല മുറിച്ചു കളഞ്ഞിട്ടില്ലേ? ഞാൻ അത്രയൊന്നും ശങ്കർ സിംഗ് വഗേല പ്രചാരകനായിരുന്നു, അതറിയോ? എന്നൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി ഇലക്ഷൻ മത്സരിക്കാൻ പറ. വ്യക്തിയാണോ പ്രസ്ഥാനം? അപ്പൊ നോക്കാം. എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. ആ അഭിപ്രായം എന്താണെന്നുള്ള അറിയാലോ. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും.